ഹായ് കൂട്ടുകാരെ, നമുക്കൊരു നെയ്പത്തിരി ഉണ്ടാക്കിയാലോ? അടിപൊളി ടേസ്റ്റാണ് ഇത്. ചിക്കൻ കറി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വെറുതെ നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ? അപ്പം കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളക് 2-3 വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെയല്ല വേറെ കുറച്ച് തേങ്ങയും നല്ലോണം കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയ ജീരകവും കൂടി അതും കൂടി ഒന്ന് ചതച്ച് മാറ്റി വെക്കാം കേട്ടോ. അത് അതിൻ്റെ കൂടെ അത് മാറ്റി വെക്കാം. അപ്പം നമുക്ക് നമ്മൾ പാന് ചൂടാക്കിയിട്ട് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ തന്നെ ഇടണം, എന്നാലും അതിൻ്റെ ഫ്ലേവർ വരത്തുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇഞ്ചി, നമ്മളെ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചില്ലേ, അതൊന്ന് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളറാകുന്ന വരെ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം അങ്ങനെയൊക്കെ ഒഴിച്ചാലേ ഇത് നല്ലോണം ഒന്ന് ആക്കി കിട്ടും. ഞാൻ അരി മാത്രമല്ല എടുക്കുന്നത് കാരണം അരി മാത്രം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഡ്രൈ ആയി പോകും കേട്ടോ. പെട്ടെന്ന് നമ്മൾ ചൂടോടെ കഴിക്കാൻ മാത്രമേ പറ്റൂ. ഇപ്പോൾ ഹോട്ടൽസിലെല്ലാം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ 1 കപ്പ് അരിയാണെങ്കിൽ 1/4 കപ്പ് മൈദ, 1/4 കപ്പ് റവയും കൂടി എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇവരൊക്കെ കുട്ടികളൊക്കെ എണീറ്റ് വന്ന് കഴിക്കണ്ടേ, അപ്പോഴത്തേക്ക് ഇത് ഹാർഡായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് ഹോട്ടൽസിൽ ഉണ്ടാക്കുക. കാരണം വെച്ചാൽ അവർക്ക് വൈകുന്നേരം വരെ അവർ ചിലപ്പോൾ വെച്ചിരിക്കും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കും കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടിച്ച് വെക്കും. കുറച്ച് ഉപ്പും കൂടി ആ വെള്ളത്തിൽ ഇടണം കേട്ടോ. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ചൂടോടെ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലേ ഇത് നല്ല ഇതായിട്ട് വരും. നമ്മുടെ തേങ്ങയും ജീരകവും കൂടി നമ്മളൊന്ന് ക്രഷ് ചെയ്ത് വെച്ചില്ലേ, അതും കൂടി ഇട്ടിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ നല്ലോണം, അല്ലെങ്കിൽ ഒരു വലിയ പാത്രമായാലും കുഴപ്പമില്ല. അപ്പം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കൈ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചപ്പാത്തി കോലുകൊണ്ടോ പരത്തിയെടുക്കാം. പക്ഷേ ഇത് കുറച്ച് കട്ടിയായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ രൂപം കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് വെച്ചിട്ട് ഇതൊന്ന് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കണം. വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമും പാടില്ല, വളരെ ചെറിയ ഫ്ലെയിം ആകുമ്പോൾ എണ്ണ നല്ലോണം കുടിക്കും. ഹൈ ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് ഇത് ആവും, പുറമേ കാണും ആവും, പക്ഷേ ഉള്ളിലായിട്ടുണ്ടാവില്ല കേട്ടോ. അതാണ് ഈ പ്രശ്നം. അപ്പോൾ നമുക്കിത് ഇനി പൊരിച്ചെടുക്കാം. ഞാൻ 2 ഒക്കെ ഇട്ടിട്ടാണ് പൊരിക്കുന്നത്. കാരണം ഹോട്ടൽസിലൊക്കെ കുറേ എണ്ണ ഇട്ടിട്ട് അവർ പൊരിക്കുന്നതാണ്, നമുക്ക് എണ്ണ വേസ്റ്റ് ആകത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറും. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.